Good morning. Today we are going to discuss about the first law of thermodynamics. ഇത് പണ്ട് മുതലേ നിങ്ങൾ പഠിക്കുന്ന ഒരു ലോയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. The law of conservation of energy, the energy cannot be created, not be destroyed, but it can transfer from one form to another form. So we can think about the first law of thermodynamics. The first law of thermodynamics states that heat given to a system will be utilized to change its internal energy and to do some work. That means if you are giving a heat energy to a system, its internal energy may be increased. Similarly, that system will do some work. So mathematically we can write that first law of thermodynamics as Q equal to U2 minus U1 plus W. U2 means the internal energy of final state. U1 is the internal energy of initial state. So U2 minus U1 is the change in internal energy. And W is the work done by the system. അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കാം? ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഒന്ന് കൂടും ആൻഡ് ഇറ്റ് വിൽ ഡു സം വർക്ക്. വി ക്യാൻ ഡു വൺ എക്സാമ്പിൾ. സപ്പോസ് I am giving some heat energy to a gas system. ഗ്യാസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് കണ്ട ആ ഒരു പിക്ചറിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു ഗ്യാസ് സിസ്റ്റത്തിലേക്ക് ഞാൻ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഹീറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കാം? ഇറ്റ്സ് ടെമ്പറേച്ചർ മേ ഇൻക്രീസ്, ഇസ്ന്റ് ഇറ്റ്? സിമിലർലി എന്താ സംഭവിക്കുക? ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പിസ്റ്റൺ ഒന്ന് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പം എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഡൂയിങ് സം വർക്ക്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ we are giving some heat energy to a gas system, then that gas system is expanding and its temperature is increasing. So temperature increasing means the internal energy is increasing, and expanding means it is doing some work, isn't it? So the heat energy given to the system will do for two things: to increase its internal energy and to do some external work. അപ്പോൾ ഇതെന്ന് പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ മറ്റൊരു ഫോമാണ്, അല്ലേ? എനർജി കൊടുത്തത് രണ്ട് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതല്ലാതെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല. എനർജി കാനോട്ട് ബി ക്രിയേറ്റഡ്, നോട്ട് ബി ഡിസ്ട്രോയിഡ്. ആ എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഫോമിൽ കൊടുത്ത എനർജി, ഹീറ്റ് എന്ന് പറയുന്ന ഫോമിൽ കൊടുത്ത എനർജി അത് വർക്ക് ചെയ്യാനും അതിൻ്റെ ഇന്റേണൽ എനർജി കൂട്ടുവാനുമായിട്ട് ഉപയോഗിച്ചു. ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ എ ഡിഫറൻഷ്യൽ ഫോം. That can be written as delta Q is equal to du plus delta W. Delta Q means change in heat, du means change in internal energy, delta W means change in work done, isn't it? And here you can see that for Q and W I am using delta, and for U I am using D. Why? That is because internal energy is a perfect differential function. But work done and heat, they are not perfect differential functions. Otherwise, we can say that you already studied in the previous class that U is a state function which is depending on initial and final state. So, it is perfectly differentiable function, we can say. But W and Q, they are depending not only on the initial and final state, but also on the path followed. So we can say W and Q, they are not perfect differential function. So I am using delta for Q and W, D for U. Internal energy എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐ ക്യാൻ യൂസ് ഡി യു ദർ. ഡബ്ല്യുയും ക്യൂ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ടാണ് ഐ എം യൂസിങ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സാധാരണ കേസിൽ ഈ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടേം ഉപയോഗിക്കാറ്. ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഡെൽറ്റ എന്ന് ഉപയോഗിക്കാറ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒറ്റൊരു നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്, ഏതാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. അതുകൊണ്ടാണ് വി ആർ യൂസിങ് ദിസ് ടു ടൈംസ് ദർ. ആൻഡ് ഹീറ്റ് മീൻസ് ഹീറ്റ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്താൽ ദ ഹീറ്റ് എനർജി അവിടെ രണ്ട് തരത്തിൽ സംഭവിക്കാം. ദ ഹീറ്റ് എനർജി ക്യാൻ ബി ഗിവൺ ടു ദ സിസ്റ്റം
and it can be taken from the system. ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയും സിസ്റ്റത്തിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാം. അതായത് എന്ത് ചെയ്യാം, അങ്ങോട്ടും കൊടുക്കുക ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ അതിന് നമുക്കൊരു സൈൻ കൺവെൻഷൻ വേണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇഫ് ദ ഹീറ്റ് എനർജി ഈസ് ഗിവിംഗ് ടു ദ സിസ്റ്റം, ഐ ആം ഗിവിംഗ് പോസിറ്റീവ് സൈൻ ഫോർ ദാറ്റ് ഡെൽറ്റ ക്യൂ. And if heat energy is taken from the system, I am giving negative sign for that delta Q. Similarly, work done തന്നെ രണ്ട് തരത്തിലാവാം. That can be given, work done may be done by the system, otherwise work may be given on the system, isn't it? The work may be done by the system or work may be done on the system. If we are doing work done on the system, I am giving negative or negative. And if the work is doing by the system, I am giving positive sign. So, നമുക്ക് ചില ടെക്സ്റ്റുകൾ തല തിരിച്ച് ഉൾട്ടായിട്ടാണ് കൊടുക്കാറുള്ളത്. ചില ടെക്സ്റ്റുകൾ ഞാനിവിടെ പോസിറ്റീവ് എന്ന് കൊടുത്തതിനൊക്കെ നെഗറ്റീവ് എന്ന് കൊടുക്കും, നെഗറ്റീവ് എന്ന് കൊടുത്തതിനൊക്കെ പോസിറ്റീവ് എന്ന് കൊടുക്കും. നമുക്ക് കൺവെൻഷനിൽ ഏത് സൈൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ കോഴ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം പോസിറ്റീവ് സൈനും റിമൂവ് ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ് സൈനുമായിട്ടാണ്. അതുപോലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ് സൈനും ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് സൈനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ സൈൻ ഓഫ് ഡെൽറ്റ ക്യൂ ആൻഡ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, so that is about the first law of thermodynamics. So from this first law we can write delta Q equal to du plus delta W. That means the heat given to the system can be utilized to increase the internal energy of the system and to do some work. Okay, and we can go to so many applications of this first law of thermodynamics, and before that we are going to study about the relation connecting CV and CP. അത് പറയുന്നതിന് മുമ്പ് വി വാണ്ട് ടു തിങ്ക് ഓർ വി വാണ്ട് ടു സേ ഓർ വി വാണ്ട് ടു ഡിസ്കസ് സംതിങ് അബൌട്ട് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് വി ആർ ഗിവിംഗ് ഹീറ്റ് എനർജി ടു എ പർട്ടിക്കുലർ സിസ്റ്റം, വാട്ട് വിൽ ഹാപ്പൻ? The temperature of that system will increase, isn't it? And sometimes the state of the system may change, അല്ലേ? ചില സമയത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് മാത്രമല്ല, സ്റ്റേറ്റ് മാറുന്ന കണ്ടീഷൻ ഉണ്ടാവുക. അതായത് ഐസിന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺവേർട്ട് ടു വാട്ടർ. സിമിലർലി 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു വേപ്പർ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അനദർ പോസിബിലിറ്റി ഇസ് ദാറ്റ് ദ temperature will increase, isn't it? If we are giving heat energy to a system, its temperature will increase. Okay. So what do you mean by specific heat? It is the heat energy required to rise the temperature of unit mass substance by 1 degree Celsius or 1 Kelvin. അതായത് യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 1 കിലോഗ്രാം ആയിട്ടും 1 ഗ്രാം ആയിട്ടും എടുക്കും. എസ് യൂണിറ്റിൽ നമ്മൾ 1 കിലോഗ്രാം ആയിട്ടാണ് എടുക്കുക. So we can say that it is the heat energy required to rise the temperature of unit mass. ഇവിടെ 1 kilogram substance by 1 degree Celsius. 1 degree Celsius ഹീറ്റ് എനർജി കൂട്ടില്ല. 1 degree Celsius ടെമ്പറേച്ചർ കൂട്ടുവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് എനർജിയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. And when we are coming to gas, two specific heats are there. One is specific heat at constant pressure, another one is specific heat at constant volume. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണ കേസിൽ ഒരു ഗ്യാസിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനൊരു എക്സ്പാൻഷൻ സംഭവിക്കുക ചെയ്യുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു തരത്തിൽ വരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഫുട്ബോളിൽ ഗ്യാസ് അടിച്ചു കയറ്റി, എന്നിട്ട് അതിന് കുറച്ച് ചൂട് കൊടുത്ത ഒരു ലിമിറ്റ് വരെ അത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ. പിന്നെന്താ ചെയ്യുക? അത് എക്സ്പാൻഡ് ചെയ്യില്ല. അതിൻ്റെ ഉള്ളിലുള്ള എന്ത് കൂടും? പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടി 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 ഏറ്റവും അവസാനം ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. ബലൂണൊക്കെ ചൂടുത്തിട്ടാൽ പൊട്ടുന്നതിന് ഒരു കാരണം അതാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വോളിയം കൂടുന്നില്ല, പ്രഷറാണ് കൂടുന്നത്. ആദ്യത്തെ കേസിൽ എന്താ സംഭവിച്ചത്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം കൂടുകയാണ്. So for gas there are two types of specific heats are there. One is specific heat at constant volume, another one is specific heat at constant pressure. One can be represented by CV, another one by CP. ഇനി CV എന്നും CP എന്നേ പറയുന്നുള്ളൂ. Okay, so we are going to find the relation connecting CV and CP. Okay, I am writing the first law of thermodynamics, that is delta Q equal to du plus delta W. ആൻഡ് യു നോ വാട്ട് ഈസ് ഡെൽറ്റ ഡബ്ല്യു. നിങ്ങൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം പഠിച്ചതാണ്. ഒരു ഗ്യാസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചോളം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? പി ഡി വി ആണ്, ഇസ്ന്റ് ഇറ്റ്?
So I can substitute the value P dV instead of delta W. So I can write that delta Q is equal to du plus P dV. That is the equation there. Du plus P dV. Okay. So here delta Q means heat energy, P means pressure, V is variable. P എന്നും V എന്നും പറയുന്ന ഓരോ വേരിയബിൾസ് ആണ്. പ്രഷറാണ്, സോറി P പ്രഷറാണ്, V വോളിയം ആണ്. രണ്ടും ഓരോ വേരിയബിൾസ് ആണ്. Here P is the pressure, V is the volume. Both of them are variables of gas system. And U എന്ന് പറയുന്ന ഇന്റേണൽ എനർജിയാണ്, അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പല വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം, isn't it? ബട്ട് ഇൻ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് വി ഡിസ്കസ്ഡ് ദാറ്റ് ഒരു ഗ്യാസ് സിസ്റ്റത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഗ്യാസ് സിസ്റ്റത്തിനെ നമ്മൾ സാധാരണ തെർമോഡൈനാമിക് ഗ്യാസ് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ വി ആർ യൂസിങ് 4 വേരിയബിൾസ് വി ആർ യൂസിങ്. വൺ ഈസ് വോളിയം, വൺ ഈസ് ടെമ്പറേച്ചർ, വൺ ഈസ് എൻട്രോപ്പി ആൻഡ് അനദർ വൺ ഈസ് പ്രഷർ. ഈ 4 വേരിയബിൾ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു 2 ഓഫ് ദം ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതിൽ ഏതെങ്കിലും 2 എണ്ണം എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് 2 വേരിയബിൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ മറ്റ് 2 വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് വി നീഡ് ഓൺലി 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു റെപ്രസെൻറ്റ് എ തെർമോഡൈനാമിക് ഗ്യാസ് സിസ്റ്റം. സോ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ ഇന്റേണൽ എനർജി വിൽ ഡിപ്പെൻഡ് ഓൺ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആവാം. ഒന്നുകിൽ ടെമ്പറേച്ചർ വോളിയം ആവാം, വോളിയം പ്രഷർ ആവാം, പ്രഷർ ടെമ്പറേച്ചർ ആവാം, എൻട്രോപ്പി ടെമ്പറേച്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഹിയർ ഇവിടെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു, ടെമ്പറേച്ചർ വോളിയം. അതായത് ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് മാത്തമാറ്റിക്കലി എളുപ്പം വോളിയത്തിലും ടെമ്പറേച്ചറിലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതാക്കി വെക്കുന്നതാണ്. സോ ഹിയർ ഐ ആം ടേക്കിംഗ് ദ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. സോ ദ ഇന്റേണൽ എനർജി U can be written as a function that is depending on 2 variables V and T. So I am going to find what is du. Du എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പോൾ ഇതിനെ 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. അതായത് ഒരെണ്ണത്തിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഡി യു എടുക്കുമ്പോൾ ഒറ്റൊരു ഫംഗ്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണെങ്കിൽ നമുക്കറിയാം ഡി വൈ എന്ന് പറയുന്നത് ഡോ ഓഫ് ബൈ ഡി വി എന്ന് പറയുന്നതിന് നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് നമുക്ക് എഴുതാം. ഇഫ് വൈ ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എക്സ്. അതിലധികം ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഡി സെഡ് എന്ന് പറയുന്നതിനെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതും. അതായത് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഡി യു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അതായത് ആദ്യം ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് മറ്റേ വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ആദ്യത്തെ വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ ഹിയർ ഡി യു ഈസ് റിട്ടൺ ആസ് ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് വി എ അവിടെ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡി ടി പ്ലസ് ടീനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഞാൻ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡി. So we can substitute that equation 2 in equation 1. Then the value delta Q will come as dou U by dou T at constant volume dt plus dou U by dou V at constant temperature dV plus P dV. And we are going to find delta Q by dou T. That is the change in heat energy with respect to change in temperature, delta Q by dou T. So that is equal to dou U by dou T at constant volume. dt by dt that will cancel plus dou u by dou v at constant temperature into dv by dt plus p into dv by dt. So here dv by dt എന്ന് പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൈമിൽ ഒരു കോമൺ ഫാക്ടർ ആണ്. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ഐ ക്യാൻ റൈറ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡോ ടി as dou u by dou t at constant volume plus dou u by dou v at constant temperature plus p into dv by dt. And here ചില കേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡോ ബൈ ഡോ ടി എന്ന് പറയുന്നതും ചില സ്ഥലത്ത് ഡി ബൈ ഡി ടി ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഡി ബൈ ഡി ടി മീൻസ് ദാറ്റ് ഫംഗ്ഷൻ വിൽ ഡിപ്പെൻഡ് ഓൺലി ഓൺ ടി. അതായത് ഇവിടെ ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ വിയിൽ ടിയിൽ മാത്രമേ ഈ ഒരു കണ്ടീഷനിൽ എന്തുള്ളൂ, ഡിപ്പെൻഡൻസ് ഉള്ളൂ. ആകെ വിയും ടിയുമാണ് വേരിയബിൾ. അതിൽ വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ടിയിൽ മാത്രമേ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഐ ക്യാൻ റൈറ്റ് ഡി ബൈ ഡി ടി ഓഫ് വി. പക്ഷേ
യുവിൻ്റെ കാര്യം എടുക്കുമ്പോഴോ ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ടി ആൻഡ് വി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡോ യു ബൈ ഡോ ടി എന്നും ഡോ യു ബൈ ഡോ വി എന്നുമാണ് നമ്മൾ എഴുതാറ്. അതായത് എന്താ, ഡോ യു ബൈ ഡോ ടി മീൻസ് അങ്ങനെ ഒരു വാല്യൂ കണ്ടാൽ, അങ്ങനെ ഒരു വാക്ക്, ഒരു റൈറ്റിംഗ് കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയതെന്ന്, ഡോ യു ബൈ ഡോ ടി മീൻസ് യുവിനെ ഞാൻ ടിയുമായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിലൊരു കാര്യം കൂടി ഉണ്ട്, എന്താ, യു എന്ന് പറയുന്നത് ടീനെ മാത്രമല്ല വേറെ ഏതോ ഒരു സാധനത്തിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വി ആർ റൈറ്റിംഗ് ദാറ്റ് ഡോ യു ബൈ ഡോ ടി. സിമിലർലി ഡോ യു ബൈ ഡോ വി എന്ന് പറയുന്ന റിപ്രസെന്റ് ചെയ്യാനുള്ള കാരണം എന്താ, യു എന്ന് പറയുന്നത് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേതൊരു സാധനത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിവിടെ എന്താണ്, ടെമ്പറേച്ചർ ആണ്. സോ ഐ ആം യൂസിങ് ഡോ യു ബൈ ഡോ ടി, ഡോ വി ബൈ ഡോ ടി ആൻഡ് ഡി വി ബൈ ഡി ടി ഹിയർ. ഓക്കെ. So we can write that equation as delta Q by dou T is equal to dou U by dou T at constant volume plus dou U by dou V at constant temperature plus P into dV by dt. So that is about the delta Q by delta T. പക്ഷേ വാട്ട് യു മീൻ ബൈ ദി ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം? നമുക്ക് നോക്കാം ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണെന്ന്. ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കോൺസ്റ്റന്റ് വോളിയം മീൻസ് ദർ ഇസ് നോ എനി ചേഞ്ച് ഇൻ വോളിയം, ഇസ്ന്റ് ഇറ്റ്? സോ ചേഞ്ച് ഇൻ വോളിയം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം, ഡി വി ബൈ ഡി ടി എന്താണ്, സീറോ എന്ന് പറയാം, ഇസ്ന്റ് ഇറ്റ്? അതർവൈസ് വി ക്യാൻ റൈറ്റ് ഡി വി ഇസ് നോട്ട് ദർ ബിക്കോസ് ദി വോളിയം ഈസ് നോട്ട് ചേഞ്ചിങ് ദർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡോ ടി എന്ന് പറയുന്നത് അവിടെ എന്താണെന്ന് പറയാൻ പറ്റും, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെന്ന് പറയാൻ പറ്റും. പറഞ്ഞൂടെ? ദാറ്റ് മീൻസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം മീൻസ് ദർ ഇസ് നോ എനി ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഇസ് ഡി വി ഈക്വൽ ടു സീറോ. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, അല്ലേ? സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സി വി ആണ്. അതായത് എന്താ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അല്ലേ? കോൺസ്റ്റന്റ് വോളിയത്തിൽ ഉള്ള ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്, അല്ലേ? സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ എന്താ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി or delta Q by dou T at constant volume എന്ന് പറയുന്നത് ഇവിടെ എന്താന്ന് പറയാം, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെന്ന് പറയാം. ഇന്ന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്താ, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് എനർജിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന്റെ ചേഞ്ച് മാത്രമാണ്, ഇന്റേണൽ എനർജിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് മാത്രമാണ്. കാരണം എന്താണ്, വോളിയത്തിന് അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. സോ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് സി വി, isn't it? So the equation I can write that delta Q by dou T equal to CV plus dou U by dou V at constant temperature plus P into dV by dt. It's okay. So next what we are going to do, we are going to heat this gas at constant pressure. Constant pressure ലാണ് നമ്മളത് ഹീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. Then how can we write this equation? We can think. So I am going to heat it at constant pressure. So delta Q by dou T at constant pressure, that is equal to CV, that is a constant there, we are going to take it there, into dou U by dou V at constant temperature plus P into dV by dt at constant pressure. At constant pressure dV by dt. So I can write delta Q by dou T at constant pressure എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതാണ് എന്ത്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഡെൽറ്റ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മീൻസ് ദാറ്റ് ഈസ് സി പി. So that Cp can be written as Cv plus dou U by dou V at constant temperature plus P into dV by dt at constant pressure. It is the equation. So I can write that equation as Cp equal to Cv plus dou U by dou V at constant temperature plus P into dV by dt at constant pressure. It is equation 3. It is a റിലേഷൻ കണക്റ്റിംഗ് സി പി ആൻഡ് സി വി. സി പി എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, സി വി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, ആൻഡ് ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ കണക്റ്റിംഗ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ എനി ഗ്യാസ്, ആൻഡ് ഐ ആം ഗോയിങ് ടു ടേക്ക് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ദ ഗ്യാസ് ഈസ് ഐഡിയൽ ഗ്യാസ്. For an ideal gas, you know, the internal energy will be a function of temperature only, and it will not depend in any other variables. So the internal energy is a function of temperature only for an ideal gas.
So I can write dou u by dou v at constant temperature is 0, isn't it? Because u is not depending on volume. Volume change ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇന്റേണൽ എനർജിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. വോളിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡോ യു ബൈ ഡോ വി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? ഡോ യു ബൈ ഡോ വി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഒരു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡോ യു ബൈ ഡോ വി എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ യു വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ വി, ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ വി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ദ യു ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ വോളിയം, സോ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ യു with respect to change in volume, so I can write dou u by dou v as 0. So I am substituting that value in equation 3, so I can write that Cp is equal to Cv plus P into dV by dt at constant pressure, isn't it? And we know that we are taking ideal gas condition, so we know the ideal gas equation, that is Pv equal to RT. Then I am going to differentiate it with respect to temperature at constant pressure. We are going to differentiate this ideal gas equation with respect to temperature at constant pressure. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനിക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. സോ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നെടുക്കാം, ഇസന്റ് ഇറ്റ്? ബിക്കോസ് പി ഇസ് കോൺസ്റ്റന്റ് ഹിയർ. ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആർ വിൽ ബി ദർ. ദെൻ ഡി ടി ബൈ ഡി ടി, ഡി ടി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്, ഇസന്റ് ഇറ്റ്? പി ഡി വി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആയിരിക്കും ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ടി ആയിരിക്കും, ഇസന്റ് ഇറ്റ്? പി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നെടുത്ത്. പി കോൺസ്റ്റന്റ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി പി ബൈ ഡി ടിയും എടുക്കേണ്ടി വരുമായിരുന്നു. ബട്ട് ഹിയർ വി ആർ ടേക്കിംഗ് എ സിറ്റുവേഷൻ ദാറ്റ് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, സോ പി ഈസ് എ കോൺസ്റ്റന്റ് ദർ, സോ വി നീഡ് നോട്ട് ടു ഡിഫറൻഷിയേറ്റ് ദിസ് പി, വി നീഡ് ടു ഡിഫറൻഷിയേറ്റ് ഓൺലി വി. സോ വി ക്യാൻ റൈറ്റ് പി into dv by dt, and the right hand side r is a constant and dt by dt is equal to 1. So we can write that equation as p into dv by dt at constant pressure as r. It is the equation 5, and I am substituting this equation 5 in this equation 4. So we know that the second time in the right hand side of that equation, that is p into dv by dt at constant pressure, that is equal to r. So I can write that as Cp equal to Cv plus R, isn't it? Otherwise I can write Cp minus Cv equal to R. So it is a relation connecting Cp and Cv for an ideal gas. For a real gas, the equation connecting Cp and Cv എന്ന് പറയുന്നത് എന്താണ്? equation 3 ആണ്. That is equal to Cp equal to Cv plus dou u by dou v at constant temperature plus P into dv by dt at constant pressure. And for an ideal gas, that equation can be written as Cp minus Cv equal to R. So that is about the relation connecting this Cv and Cp. ഇത് സാധാരണ ചിലപ്പോൾ 4 മാർക്കിനും ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, സിവിയും സിപിയും തമ്മിലുള്ള റിലേഷൻ. അതെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സിവിയും സിപിയുടെ റിലേഷൻ കണ്ടുപിടിക്കുന്നതിനെ we can find the relation connecting Cp and Cv from first law of thermodynamics, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, റിലേഷൻ കണക്റ്റിംഗ് Cv ആൻഡ് Cp. അതൊന്ന് പഠിച്ചു വയ്ക്കുക. വെറുതെ Cp മൈനസ് Cv ഈക്വൽ ടു ആർ എന്ന് പറയുന്നതിലേക്ക് എത്തിക്കാം. അതിനേക്കാളും നല്ലത് എന്താണ്? ആദ്യം റിയൽ ഗ്യാസിൻ്റെ ഒരു സിറ്റുവേഷൻ എടുത്ത് ഇക്വേഷൻ 3യിലേക്ക് എടുത്ത് പിന്നെ അതിന് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് അവസാനം ഈ Cp മൈനസ് Cv എന്ന് പറയുന്ന ആറിലേക്ക് എത്തുന്നതാണ്. So, okay, thanks for listening. Bye.